ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു ABCD എഴുതാൻ പഠിച്ചാലോ? ഏ എങ്ങനെയാ എഴുതുക? എല്ലാവരും ഒന്നിച്ചെഴുതിക്കേ. ദാ മുകളിൽ നിന്ന് താഴോട്ട് വരയ്ക്കണം അല്ലേ? ദാ എങ്ങനെ എഴുതുന്നേ ശ്രദ്ധിച്ചേ. ആ ഏ ഇനി B എങ്ങനെയാ എഴുതുക നോക്കിക്കേ. എല്ലാവരും എൻ്റെ കൂടെ എഴുതാൻ ശ്രമിക്കൂ. ദാ B എങ്ങനെ എഴുതുന്നേ നോക്കിക്കേ. കുഞ്ഞുമക്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒപ്പം പറഞ്ഞേ B. ഇനി ഇതാ C എങ്ങനെയാ എഴുതുക? മുകളിൽ നിന്ന് താഴോട്ട് വളച്ചെഴുതണം അല്ലേ? C. ദാ D വന്നല്ലോ. C കഴിഞ്ഞാൽ എന്താണ്? D. D എങ്ങനെ എഴുതുന്നു കുഞ്ഞുമക്കൾ നോക്കിക്കേ. ദാ ഒപ്പം പറഞ്ഞേ D. ഇനി നമുക്ക് E എഴുതാം. ഈ എങ്ങനെ എഴുതുന്നേ? കുഞ്ഞുമക്കൾക്ക് അറിയോ ഈ എന്ന് എഴുതാൻ? ദാ ഇത് കണ്ടേ, ദാ നോക്കി, ദാ ഈ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത് അല്ലേ? ഒപ്പം പറഞ്ഞേ ഈ. ഇനി F നമുക്ക് എഴുതാം. ദാ മുകളിൽ നിന്ന് താഴോട്ടൊരു വര വരയ്ക്കണം അല്ലേ? ദാ ആ കൈയിൻ്റെ ഒപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് ഒപ്പം നിങ്ങളും എഴുതണം കേട്ടോ. F എങ്ങനെ എഴുതാന്ന് ശ്രദ്ധിച്ചേ. ദാ F കഴിഞ്ഞാൽ എന്താണ്? G. G അല്ലേ? G എങ്ങനെ എഴുതുക? ദാ ഇങ്ങനെയാണ് G എഴുതുക അല്ലേ? G. ഇനി H. H എങ്ങനെ എഴുതുക? നിങ്ങൾക്കറിയോ H എങ്ങനെ എഴുതുകയെന്ന്? ദാ H എങ്ങനെ എഴുതുക? ശ്രദ്ധിച്ച് നോക്കിക്കേ. എങ്ങനെയാണ്? H അല്ലേ? H. എൻ്റെ ഒപ്പം പറയണം കേട്ടോ. ഇനി I എങ്ങനെ എഴുതുക? ദാ I എഴുതാൻ എങ്ങനെയാണ്? ദാ തേനീച്ച കാണിച്ചു തരുന്നത് പോലെ അല്ലേ? നിങ്ങളും ഒപ്പം ചെയ്യണം കേട്ടോ. I. ഇനി ഇതാ J വന്നു. J എങ്ങനെയാ? J എഴുതാൻ സുഖമാണ് അല്ലേ? എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പഠിക്കാം. ദാ J. ഇനി നമുക്ക് K എഴുതാം. എഴുതാ എങ്ങനെ എഴുതാൻ നോക്കുക. ദാ മുകളിൽ നിന്ന് താഴേക്കൊരു വര വരച്ചു അല്ലേ? ഇനി ദാ ഇങ്ങനെ വരച്ച് പിന്നെ ആ ഭാഗത്തു നിന്ന് താഴോട്ട് നടുവിൽ നിന്ന് അല്ലേ താഴോട്ടൊരു വര വരച്ച കേ. ഇനി എങ്ങനെ എഴുതാ? എഴുതാൻ സുഖമാണ് അല്ലേ കൂട്ടുകാരെ? എൻ്റെ ഒപ്പം എഴുതണം കേട്ടോ. ദാ മുകളിൽ നിന്ന് താഴോട്ട് ഒരു 1 പോലെ അല്ലേ? ഇന്ന് താഴേന്ന് ഇടത് ഭാഗത്തേക്ക് ഒരു വര വരയ്ക്കണം. അപ്പം നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ L. ഇനി M എങ്ങനെ എഴുതാം? M എങ്ങനെ നോക്കാം നമുക്ക്. ദാ M എഴുതാൻ വളരെ സുഖമാണ് കേട്ടോ. ഒരു മല പോലെ. ദാ കുഞ്ഞുമക്കൾ ശ്രദ്ധിച്ചേ. M എങ്ങനെ എഴുതാം? എൻ്റെ ഒപ്പം എഴുതണം കേട്ടോ. നിങ്ങൾ എഴുതുന്നില്ല എൻ്റെ കൂടെ? M എങ്ങനെ എഴുതാ? ദാ ഒപ്പം പറഞ്ഞേ M. ഇനി നമുക്ക് എഴുതാം. M കഴിഞ്ഞാൽ എന്താണ്? ദാ എങ്ങനെ എഴുതാൻ നോക്കിക്കേ കുഞ്ഞുമക്കൾ. ഇതുപോലെ നിങ്ങളുടെ പുസ്തകത്തിലും എഴുതണം കേട്ടോ. എങ്ങനെ എഴുതാ? ദാ എൻ്റെ കൂടെ എഴുതണം. ദാ ഇനി നമുക്ക് എന്താ? O. കഴിഞ്ഞാൽ O ആണല്ലേ? O എഴുതാൻ സുഖമാണല്ലേ? ഒരു വട്ടം അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ O ആയില്ലേ? O കഴിഞ്ഞാൽ എന്താണ്? P. എല്ലാവർക്കും അറിയില്ലേ എങ്ങനെ എഴുതാന്ന്? ദാ അറിയാത്തവരുണ്ടെങ്കിൽ ദാ എൻ്റെ കൂടെ എഴുതണം കേട്ടോ. Pന്ന് എങ്ങനെ എഴുതാൻ നോക്കിക്കേ. സുഖമായിട്ട് നമുക്ക് Pന്ന് എഴുതാം അല്ലേ? ദാ കുഞ്ഞുമക്കൾ കാണുന്നുണ്ടോ എങ്ങനെയാ Pന്ന് എഴുതാന്ന്? P അല്ലേ? ഇതാണ് എന്ത്? P. ഇനി നമുക്ക് P കഴിഞ്ഞ അടുത്ത അക്ഷരമാണ് Q. Q എങ്ങനെ എഴുതുക? Q എളുപ്പമാണോ എഴുതാൻ? നിങ്ങൾ എത്ര പേർക്ക് അറിയും Q എഴുതാൻ? അറിയാത്ത കുഞ്ഞുമക്കളുണ്ടെങ്കിൽ ദാ നോക്കിക്കോട്ടോ. Q എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. സുഖമാണ് അല്ലേ? ഉള്ളിൽ നിന്ന് താഴേക്ക് ഒരു വരയും കൂടി വരച്ചു കൊടുക്കണം. അപ്പോഴാണ് എന്ത് Q ആവുള്ളൂ. Q കഴിഞ്ഞാൽ എന്താണ്? R എങ്ങനെ എഴുതാ നോക്കിക്കേ. ദാ R എഴുതാൻ പോവുകയാണ് അല്ലേ നമ്മൾ? നിങ്ങൾക്ക് എത്ര പേർക്ക് R എഴുതാൻ അറിയാം? കുഞ്ഞുമക്കൾ എൻ്റെ കൂടെ ഒപ്പം എഴുതണം കേട്ടോ. P പോലെ എഴുതിയതിന് ശേഷം പിന്നെ താഴോട്ടൊരു വര വരയ്ക്കണം അല്ലേ? അപ്പം എന്താണ്? R കഴിഞ്ഞാൽ
എസ് എഴുതാം നമുക്ക്. ദാ എസ് എങ്ങനെ എഴുതുന്നേ നോക്കിക്കേ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? എൻ്റെ കൂടെ എഴുതണം കേട്ടോ. എസ്. എസ് കഴിഞ്ഞാൽ നമുക്ക് ടി എഴുതാം. എസ് കഴിഞ്ഞ അടുത്ത അക്ഷരം ടി ആണ് അല്ലേ? ടി. ടി കഴിഞ്ഞാൽ എന്താണ്? യു അല്ലേ? യു എങ്ങനെ എഴുതാൻ നോക്കിക്കേ. ദാ യു എഴുതുന്നു. എൻ്റെ കൂടെ എഴുതണം കേട്ടോ. യു. യു കഴിഞ്ഞാൽ വി. ABCD എല്ലാവർക്കും അറിയോ? ദാ വി എഴുതാൻ വളരെ സുഖമാണ് അല്ലേ? നമുക്ക് വി എഴുതാം. ദാ എൻ്റെ ഒപ്പം എഴുതണം കേട്ടോ. എഴുതിയാൽ മാത്രം പോരാ, ഒപ്പം പറയും വേണം. ദാ എങ്ങനെ എഴുതുക? ദാ പോരട്ടെ പോരട്ടെ, മുകളിലേക്ക് പോരട്ടെ. ദാ വി. വി കഴിഞ്ഞാൽ ഡബ്ല്യു. ഡബ്ല്യു എങ്ങനെ എഴുതുന്നേ നോക്കിക്കേ. എം തിരിച്ചിട്ടാൽ നമുക്ക് ഡബ്ല്യു എഴുതാം അല്ലേ? എം തിരിച്ചിടുന്നതാണ് ഡബ്ല്യു. ദാ എൻ്റെ കൂടെ എഴുതണം കേട്ടോ. ദാ എല്ലാവരും എഴുതുന്നുണ്ടോ? എൻ്റെ കയ്യിൻ്റെ ഒപ്പം ആ മുയലച്ഛൻ്റെ കൂടെ നിങ്ങളും എഴുതാൻ ശ്രമിക്കണം. ദാ ഡബ്ല്യു എഴുതാൻ വളരെ ശരിയാണ് അല്ലേ? ദാ നിങ്ങൾ എഴുതിയോ? ദാ ഇത് ഏതക്ഷരം? ഡബ്ല്യു. ഡബ്ല്യു കഴിഞ്ഞാൽ എക്സ്. എക്സ് എങ്ങനെ എഴുതാം? എക്സ് എങ്ങനെ എഴുതാ നോക്കിക്കേ. ഒരു തെറ്റ് പോലെ നമ്മളിട്ട എന്താണ്? എക്സ് ആണ് അല്ലേ? വെട്ടിടണതാണ് എക്സ്. എഴുതിയോ? ദാ എക്സ്. എക്സ് കഴിഞ്ഞാൽ വൈ വരട്ടെ. വൈ വന്നു. വൈ എങ്ങനെ എഴുതുക? ദാ കുഞ്ഞുമക്കളെ വൈ എങ്ങനെ എഴുതുക? എൻ്റെ കൂടെ എഴുതിക്കേ. ദാ സുഖമായിട്ട് നമുക്ക് എഴുതാം അല്ലേ? വൈ. വൈ നമുക്ക് എഴുതാൻ സുഖമാണ്. എല്ലാ അക്ഷരവും സുഖം തന്നെയാണ്. പെട്ടെന്ന് നമുക്ക് എഴുതാം അല്ലേ? എഴുതാൻ എല്ലാവരും പഠിക്കണം. എൻ്റെ കൂടെ എഴുതാൻ പഠിക്കണം കേട്ടോ. സെഡ് എങ്ങനെ എഴുതുക? വളരെ ശരിയാണ്. നിങ്ങൾ എഴുതുന്നതും വളരെ ശരിയാണ്. എൻ്റെ നോക്കി എഴുതണം കേട്ടോ. സെഡ് എങ്ങനെ എഴുതാൻ നോക്കിക്കേ. സെഡ്. അപ്പോൾ നമ്മൾ ABCD സെഡ് വരെ പഠിച്ചു അല്ലേ? എല്ലാവരും എഴുതി നോക്കണം കേട്ടോ.